മക്കളെ വെൽക്കം ടു MS സൊല്യൂഷൻസ് ക്ലാസ് 7 യൂട്യൂബ് ചാനൽ. മക്കളെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ വർഷത്തെ 2026 നമ്മുടെ USS എക്സാമിന്റെ കട്ട് ഓഫ് മാർക്കാണ്. ജില്ല തിരിച്ചുകൊണ്ടുള്ള നമ്മുടെ കട്ട് ഓഫ് മാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ USS എക്സാം എഴുതിയ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നോക്കാം ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ഈ വർഷം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ 68നും 71 മാർക്കിനും ഇടയിലാണ് ഇൻ ബിറ്റ്വീൻ മാർക്ക് വരാനാണ് USSന്റെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിങ്ങൾ എഴുതിയിട്ടുള്ള പല കുട്ടികൾ ഉത്തരം എഴുതിയതിൻ്റെയും ജില്ലയിലെ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും എന്താണ് അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ഓഫ് മാർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 68നും 71 മാർക്കിനും ഇടയിലാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ 67 മാർക്കിനും 70 മാർക്കിനും, അപ്പോൾ 67നും 70നും ഇടയിലായിരിക്കും ഒരു പക്ഷേ കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ്. ഇനി പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പത്തനംതിട്ടയിൽ 66നും 69 മാർക്കിനും ഇടയിലായിരിക്കാം പൊതുവെ എന്താണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് കുറയാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 66നും 69നും മാർക്കിന് ഇടയിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരുന്നത്. സോ ഇനി ആലപ്പുഴ ജില്ലയിൽ 67നും 70നും ഇടയിൽ തന്നെയായിരിക്കും, 67നും 70നും ഇടയിലായിരിക്കും ആലപ്പുഴ ജില്ലയിലും ഒരുപക്ഷെ കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഇനി കോട്ടയം ജില്ലയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 66നും 69 മാർക്കിനും ഇടയിൽ തന്നെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പത്തനംതിട്ടയായിട്ട് ഏകദേശം താരതമ്യപ്പെട്ട ഒരു കട്ട് ഓഫ് മാർക്ക് തന്നെയായിരിക്കും കോട്ടയം ജില്ലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഇടുക്കിയിലും 67നും 70 മാർക്കിനും ഇടയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ ഏകദേശം നോക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലും 67നും 70നും ഇടയിലായിരിക്കും. പരീക്ഷ ടഫായിരുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം അല്ലെ പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നു, പക്ഷെ മാത്സ് ഒക്കെ കുറച്ച് കുട്ടികൾക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു, പ്രയാസപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി എന്താണ് സോഷ്യൽ സയൻസ് അടക്കമുള്ള വിഷയങ്ങൾ വളരെ എളുപ്പമായിരുന്നു എന്നാണ് പൊതുവെ സമ്മിശ്രമായിട്ട് കുട്ടികളുടെ അടുത്ത് നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരിൽ 68നും 70നും ഇടയിൽ തന്നെയായിരിക്കും നമ്മുടെ കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 69നും 71 മാർക്കിനും ഇടയിലായിരിക്കും. ഇനി മലപ്പുറം കോഴിക്കോട് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള ചാൻസ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലും വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയതും ഇവിടെ തന്നെയാണ്. സോ മലപ്പുറം ജില്ലയിലാണെങ്കിൽ 70നും 73 മാർക്കിനുമാണ് ഇടയിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലും ഏകദേശം 70നും 73 മാർക്കിനും അല്ലെങ്കിൽ 72 മാർക്കിനും ഇടയിലായിരിക്കും കാലിക്കറ്റ് ജില്ലയിൽ അഥവാ കോഴിക്കോട് ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്കായിരിക്കും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള ചാൻസ്. അതിൽ തന്നെ മലപ്പുറം ആയിരിക്കാം കൂടുതൽ ചാൻസ് വരുന്നത്. ദെൻ വയനാട് ജില്ലയിലും 60നും 70നും ഇടയിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരുന്നത്. കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ സ്ഥിതി വലിയ മാറ്റമൊന്നുമില്ല, 68നും 71നും മാർക്കിന് ഇടയിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഇനി കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ 68നും 71 മാർക്കിനും ഇടയിൽ തന്നെയായിരിക്കും കാസർഗോഡ് ജില്ലയിലെയും കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ പൊതുവെ എന്തായിരിക്കും സംസ്ഥാനത്തെ പൊതുവെ ഒരു കട്ട് ഓഫ് ഏകദേശം ഉണ്ടാവും എല്ലാ ജില്ലയിലും താരതമ്യം ചെയ്യുമ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലയിലായിരിക്കും കട്ട് ഓഫ് മാർക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഒരു പക്ഷേ പത്തനംതിട്ട ജില്ലയിലായിരിക്കും ഏറ്റവും കട്ട് ഓഫ് മാർക്ക് കുറവ് വരാനുള്ള ചാൻസ്. നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതിയതെന്നുള്ളതും നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതും വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കല്ല. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും USS എക്സാം എഴുതിയിട്ടുള്ള CM Kids USS എക്സാം എഴുതിയ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. സോ എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.